ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 4 മാർക്സിന് വെയിറ്റേജ് ഉള്ള ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോവുക, അതല്ലെങ്കിൽ ന്യൂ പാർട്ട്ണർ അഡ്മിറ്റ് ആവുക, ഒരു പാർട്ട്ണർ ഡെത്ത്, അപ്പോഴൊക്കെ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ആവും അല്ലേ? അപ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Ramesh and Suresh are partners in a firm, sharing profit and losses in the ratio of 4:3. അതായത് രമേശും സുരേഷും രണ്ട് പാർട്ട്നേഴ്സ് ആയിരുന്നു. അവർ പണ്ട് അവർ രണ്ടുപേരുള്ളപ്പോൾ അവരെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഷെയർ ചെയ്തത്, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്തത് 4:3 എന്ന് പറഞ്ഞൊരു റേഷ്യോയിലായിരുന്നു. ദേ അഡ്മിറ്റ് പ്രകാശ്, അതായത് പുതിയൊരാളെ ഇവരെന്ത് ചെയ്തു? അഡ്മിറ്റ് ചെയ്തു, പ്രകാശ് എന്ന് പറഞ്ഞുള്ള ഫോർ 2/7 ഷെയർ വിച്ച് ഹി അക്വയർസ് ഈക്വലി ഫ്രം രമേശ് ആൻഡ് സുരേഷ്. അതായത് പ്രകാശിന് കിട്ടിയത് 2/7 ഷെയർ ആണ്. ഓക്കെ, 2/7 ഷെയർ ആണ് പ്രകാശിന് കിട്ടിയത്. അതെന്നെ കിട്ടിയത് എങ്ങനെയാണ്? രമേശും സുരേഷും ഈക്വൽ ആയി കൊടുത്തതാ. അതായത് രമേശ് അപ്പം എത്ര കൊടുത്തിട്ടുണ്ടാവും? 1/7 കൊടുത്തിട്ടുണ്ടാവില്ലേ രമേശ്? അതായത് രമേശ് എത്ര കൊടുത്തിട്ടുണ്ടാവും? 1/7 കൊടുത്തിട്ടുണ്ടാവും. മറ്റേ സുരേഷ് ആണെങ്കിലോ, സുരേഷ് എത്ര കൊടുത്തിട്ടുണ്ടാവും? ഇവിടെ 1/7 കൊടുത്തിട്ടുണ്ടാവും. ഈക്വലി കിട്ടി എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ നോക്കിക്കേ നിങ്ങൾ, 1/7 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2/7 ആഡ് ചെയ്താൽ നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 2/7 കിട്ടും. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി എത്ര കൊടുത്തിട്ടുണ്ട്? 1/7 കൊടുത്ത്. സുരേഷ് എത്ര കൊടുത്തിട്ടുണ്ട്? 1/7 കൊടുത്തു. ഓക്കെ, അങ്ങനെയാണ് പ്രകാശിന് എത്ര കിട്ടുന്നത്? 2/7 കിട്ടുന്നത്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്? ആദ്യം ഇവരുടെ പുതിയ ഷെയറിംഗ് റേഷ്യോ എങ്ങനെയായിരിക്കും പ്രകാശും കൂടെ വന്നതിന് ശേഷമുള്ള. അപ്പൊ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ ഓഫ് രമേശ് ആൻഡ് സുരേഷ്. രമേശിന്റെ സുരേഷിന്റെ പണ്ടത്തെ റേഷ്യോ എത്രയായിരുന്നു? പണ്ട് അവർ എത്രയായിരുന്നു? പ്രകാശ് വരുന്നതിന് മുൻപ് ഇവര് ഷെയർ ചെയ്തിരുന്നത് 4:3 അല്ലെ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രകാശിന്റെ ഷെയർ എത്രയാ? ഞാനിപ്പോ പറഞ്ഞു 2/7 ആണ് അല്ലേ? അത് വിച്ച് ഹി അക്വേഴ്സ് ഈക്വലി ഫ്രം രമേശ് ആൻഡ് സുരേഷ്. അതായത് രമേശ് 1/7 കൊടുത്തു, സുരേഷും 1/7 കൊടുത്തു. അങ്ങനെയാണ് പ്രകാശിന് 2/7 കിട്ടിയത്. ഇനി നമുക്ക് രമേശിന്റെ പുതിയ ഷെയർ കാണണം. രമേശിന് ഇപ്പൊ എത്ര? പണ്ട് 4/3 ആകുമ്പോൾ രമേശിന് എത്ര ഉണ്ടായിരുന്നു? 4/7 ഇല്ലായിരുന്നു. രമേശിന് എത്ര ഷെയർ ഉണ്ടായിരുന്നു പണ്ട്? 4/7 ഉണ്ടായിരുന്നു. ഇനി ഉണ്ടാവൂ? ഇല്ല. ഇതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? 1/7 ആർക്ക് കൊടുത്തു? പ്രകാശ് എന്ന് പറഞ്ഞ ആർക്ക്? രമേശ് കൊടുത്തു അല്ലെ? അതായത് 4/7 പണ്ട് ഷെയർ ഉണ്ടായിരുന്നു, അതിൽ 1/7 ആർക്ക് കൊടുത്തു? പ്രകാശിന് കൊടുത്തു. അപ്പൊ നമുക്ക് രമേശിന്റെ പുതിയ ഷെയറിംഗ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം, ന്യൂമറേറ്ററിൽ നിന്ന് 2 മൈനസ് ചെയ്യുക. 4ൽ നിന്ന് 1 പോയാൽ എത്രയാ? 3 ആണ് അല്ലെ? 3/7 ആണ് നമ്മുടെ രമേശിന്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞത്. രമേശിന്റെ റേഷ്യോ കിട്ടിയ എത്രയാണ്? 3/7 ആണ്. ഇനി നമുക്കുള്ളത് ആരാണ്? സുരേഷിന്റെ ന്യൂ ഷെയറിംഗ് റേഷ്യോ കാണണം. സുരേഷിന്റെ എങ്ങനെയാണ് കാണുക? സുരേഷിന് പണ്ട് എത്ര ഷെയർ ഉണ്ടായിരുന്നത്? സുരേഷിന് നിങ്ങൾ നോക്കിക്കേ, സുരേഷിന് എത്രയായിരുന്നു പണ്ട്? 3 ആയിരുന്നു അല്ലേ? 3/7 ആയിരുന്നു പണ്ടത്തെ സുരേഷിന്റെ ഷെയർ എന്ന് പറയുന്നത്. 3/7 ആയിരുന്നു. അതിൽ നിന്ന് പ്രകാശ് വന്നപ്പോൾ പ്രകാശിന് എത്ര കൊടുത്തു? 1/7 കൊടുത്തു. ഇപ്പൊ എത്രയാ സുരേഷിന്റെ കയ്യിലുള്ളത്? നോക്കിക്കേ, എത്രയാ? 3/7. ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം അല്ലേ? അപ്പൊ 3ൽ നിന്ന് 1 പോയാൽ 2 അല്ലേ? 2/7 ആണ് ആരുടെ റേഷ്യോ എന്ന് പറയുന്നത്? സുരേഷിന്റെ റേഷ്യോ. അപ്പൊ നമുക്ക് 3 ആൾക്കാരെ റേഷ്യോ എഴുതി നോക്കാം. എങ്ങനെ വരിക? രമേശിൻ്റെത് പറഞ്ഞ ന്യൂ ഷെയറിംഗ് റേഷ്യോ എത്രയാ? 3/7 അല്ലേ? 3/7 ഈസ് ടു. ഇനി സുരേഷിന്റെ റേഷ്യോ പറഞ്ഞ എത്രയാ പുതിയത്? 2/7. 2/7. നെക്സ്റ്റ് പ്രകാശിന്റെ റേഷ്യോ എത്രയാ? നമുക്ക് അറിയാലേ, എത്ര കിട്ടിയെന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞു? 2/7. അപ്പൊ നമ്മുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടിയല്ലോ. എത്രയാണ്? 3:2. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3:2:2. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ ഒരു ഏരിയ അത്രയേ ഉള്ളൂ, സിമ്പിളാ.